മനസ്സിലായോ? ഒരു കണ്ണ് മാത്രം എടുത്താൽ മനുഷ്യജന്മം എത്ര ഭാഗ്യമാണ്. ഈ കണ്ണ് ഇടത്തോട്ടും വലത്തോട്ടും കൃഷ്ണമണി ചലിക്കുന്ന കൊണ്ടല്ലേ നൃത്തക്കാർ അഭ്യാസം കളിക്കുന്നത്. ഇനി സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത് കണ്ണുകൊണ്ട് അഭ്യാസം കളിക്കാൻ പാടില്ല, കാരണം കറുത്ത ആൾ നൃത്തം ചെയ്യാൻ പാടില്ല. അസത്യഭാമ ടീച്ചർ പറഞ്ഞ കറുത്തവർ നൃത്തം ചെയ്യരുത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ 2 നൃത്തക്കാർ കറുത്തിട്ട. നവരസങ്ങൾ കൊണ്ട് രാസലീലയാടിയ കൃഷ്ണൻ കറുത്തിട്ടല്ലേ, വെളുത്തിട്ട. നടരാജമൂർത്തി താണ്ഡവ നൃത്തം ചവിട്ടിയ ശിവൻ വെളുത്തിട്ട, കറുത്തിട്ടല്ലേ. ഇതേടുന്ന ഒരു അസത്യഭാമ വന്നെന്നറിയില്ല. അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി ചലിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇടത്തും വലത്തുള്ള ആളുകളെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആലങ്കോടിനെ ഞാൻ കാണുന്നുണ്ട്, കാരണം എൻ്റെ കണ്ണങ്ങോട്ട് ചലിച്ചാൽ. ഈ ചലനശക്തി ഇല്ലെങ്കിൽ ടേബിൾ ഫാന് തിരിയും പോലെ സെറ്റടക്കം തിരിയണ്ടേ, വേണ്ടേ? ഈ കണ്ണ് ദുർബലമായതുകൊണ്ട് നെറ്റിയുടെ എല്ല് കവിളെല്ല് ഉയർത്തി വെച്ചിട്ട് അതിൻ്റെ കുഴിയിൽ പിടിപ്പിച്ചു തന്നില്ലേ, എന്തെങ്കിലും വന്നടിച്ചാൽ കണ്ണിന് തകരാറ് വരാതിരിക്കാൻ. ആ കണ്ണിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി മേലെ 2 കണ്ണിൻ്റെ മേലെ സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചു തന്നില്ലേ, പുരികോ. പൊടി വീഴാതിരിക്കാനാ, അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല, മനസ്സിലായിക്കൊള്ളോ. അഥവാ എന്തെങ്കിലും പൊടി കണ്ണിന് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ചു തന്നില്ലേ, കൺപോള. നമ്മളിതാ കൈകൊണ്ട് തടഞ്ഞോ എന്ന് പറയുമ്പോഴേക്ക് പൊടിയങ്ങെത്തും. അഥവാ പൊടി വീണിട്ടുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളം ചീറ്റുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ചീറ്റിയിട്ട് പൊടിയെ ഒലിപ്പിക്കാൻ കണ്ണീരുണ്ടായി തന്നില്ലേ. ചെവി ചുളുക്കി മടക്കി വെച്ചതെന്തിനാ? ശബ്ദതരംഗങ്ങൾ എവിടുന്ന് വന്നാലും കർണപുടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ, അല്ലാതെ പപ്പടം കാച്ചും പോലെ എണ്ണയിലിട്ടപ്പോൾ ചുളിഞ്ഞു പോയതല്ല. അതിൻ്റെ താഴെ മൃദുലമായ ഇറച്ചി കഷ്ണം കണ്ട. അതുപോലെ പെണ്ണുങ്ങളെ ഈ ജന്മം സുന്ദരമാണെന്ന് പറയാൻ കാരണം അത് എല്ലിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് കാത് കുത്താൻ ഡ്രില്ലിംഗ് മെഷീൻ വേണ്ടേ? എത്ര മൃദുലമാണ് നമ്മളെ കാത്, ആലോചിച്ചു കേട്ടെ. വായൊക്കെ തൊട്ടു മേലെ മൂക്ക് ഫിറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ തിന്നുന്നത് കേട്ടതോ നാറുന്നതോ എങ്ങനെയാ മനസ്സിലാവുക? മൂക്ക് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കെട്ടത് തിന്നേണ്ടി വരൂലേ? ഇടി എത്തുമ്പൊക്കെ മണക്കുന്നില്ലേ, അയ്യോ ഇത് പോക്കാന്ന്. ഈ ജന്മം, ഈ മനുഷ്യജന്മം ഒരു വരമാ. അതിൻ്റെ അകത്തുള്ള തലച്ചോറിനെയും ഹൃദയത്തെയും വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തകളും വികാരവും വികസിപ്പിച്ചിട്ട് ഈ ലോകത്തെ നവങ്ങളായി സൃഷ്ടിക്കാനാണ് നിങ്ങളിവിടെ അയച്ചത്. അല്ലാതെ കുറേ തിന്ന് കിടന്നുറങ്ങി ടോയ്ലറ്റ് പോകാനല്ല. നമ്മുടെ വീടുകൾ അത്തരത്തിൽ മാറണം. നമ്മുടെ അടഞ്ഞ വാതികൾ തുറക്ക്, വീട്ടു വരാന്തയിലേക്ക് ഇറങ്ങ്. പ്രഭാതത്തിൽ ഉണർന്ന ഉടനെ ഇസ്രായേൽ